where the sun rises, even to the place it goes down, we're giving you praise, giving you praise. From sun-kissed islands, and even where the cold wind blows, we're giving you praise, giving you praise. Even in the night when the sun goes down, we're giving you praise, giving you praise. Passing it along as the world goes round, we're Giving you praise. We're lifting our faces, looking at the one we all love. We're giving you praise, giving you praise. All colors and races, joining with the angels above. We're giving you praise, giving you praise. even in the night when the sun goes down, we're giving you praise, Giving you praise, passing it along as the world goes round, we're giving you praise. From where the sun rises, even to the place it goes down, we're giving you praise, giving you praise. From sun-kissed islands, and even where the cold wind blows, we're giving you praise, giving you praise. We're giving you praise, giving you praise. We're giving you praise, giving you praise. സംഗീതം ഇഷ്ടമുള്ളവർ പാട്ട് പാടുന്നു, വാദ്യത്തിൽ ഇഷ്ടമുള്ളവർ സംഗീത ഉപകരണങ്ങളെ വായിക്കുന്നു എന്നതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ട് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. അഥവാ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ബൈബിൾ പഠിപ്പിക്കുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് കരുണ തോന്നുന്നു. യേശു കർത്താവും ഈ ലോകത്തിൽ ഉലാവിയപ്പോൾ തന്റെ അടുക്കൽ വന്നതായ ജനത്തെ കണ്ട്, അവരുടെ രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കി. കമ്പാഷൻ ഓൾവേസ് കംസ് വിത്ത് ആൻ ആക്ഷൻ. ദൈവത്തിന്റെ മനസ്സിൽ എവിടെയാണോ വ്യാപരിക്കുന്നത് അവിടെ ഒരു ആക്ഷനായി രോഗസൗഖ്യം വെളിപ്പെടുന്നു. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ വേണ്ടി പോകുന്നു. ഇത് സൗഖ്യത്തിന്റെ നേരമത്രേ. വചന സന്ദേശത്തിലേക്ക് ടോർച്ച് ട്രൂത്ത് കുടുംബം സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ ആദിവസിച്ചവനായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 1 തീമോഥെയോസിന്റെ ലേഖനം 6 അധ്യായം 16 വാക്യം അവണ്ണം പറയുന്നു, അടുത്തുകൂടാത്ത പ്രകാശത്തിൽ ആദിവസിക്കുന്നവനായ ദൈവം. ആ ദൈവം എന്താ ചെയ്തത്? 1 തീമോഥെയോസ് 3 അധ്യായം 16 വാക്യം നിങ്ങൾക്കായി ഞാൻ വായിക്കട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുത്തുകൊള്ളപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതം വണ്ണം വലിയത് ആകുന്നു. God manifests in the flesh. ആകാരങ്ങളില്ലാത്ത ആത്മാവാം ദൈവം വേഷത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനായ ദൈവം, സർവശക്തനായ ദൈവമെന്ന് ഇരമ്യ 32:17-27 പറയുന്നു. സർവശക്തനായ ദൈവം. 1 യോഹന്നാൻ 3:20 പറയുന്നു, ആ ദൈവം സർവജ്ഞാനിയായിരിക്കുന്നു അത്രേ. അതെ, സങ്കീർത്തനം 139:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, ആ ദൈവം സർവവ്യാപിയായിരിക്കുന്നു. സഹോദരങ്ങളെ, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഇരിക്കുന്ന ദൈവം സ്വർഗത്തിൽ ഇരുന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാതെ വേഷത്തിൽ മനുഷ്യനായി അവൻ ഈ ലോകത്തിലേക്ക് ജഡവേഷമെടുത്ത് കടന്നു വന്നു. സ്വർഗത്തിൽ ദൈവം ആത്മാവ്, എന്നാൽ ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു ജഡം ആവശ്യമായിരുന്നു, അവനൊരു ജഡം ഉണ്ടായിരുന്നു, അഥവാ അവനൊരു ശരീരം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം എപ്രകാരമുള്ളവൻ? വേദപുസ്തകം പറയുന്നു, സങ്കീർത്തനം 50:2 വാക്യം വായിക്കുമ്പോൾ
God altogether beautiful. ദൈവം സർവാംഗ സുന്ദരൻ അത്രേ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ വിശ്വസിക്കുന്നവനായ കർത്താവ്, അവൻ വൈരൂപ്യത്തിന്റെ സമാഹാരം അല്ല, പ്രത്യുത അവൻ സൗന്ദര്യത്തിന്റെ ദൈവം അത്രേ. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വേദപുസ്തകം പറയുന്നു, അവൻ ശാരോന്റെ പനിനീർ പുഷ്പം പോലെ, താഴ്വരെ താമരപ്പൂവിനെ പോലെ. ഉത്തമഗീതം 5:10 പറയുന്നു, ഓ അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000-ങ്ങളിൽ അതിസുന്ദരൻ. നമ്മുടെ ദൈവം സൗന്ദര്യമുള്ളവൻ അത്രേ. നമ്മുടെ കർത്താവ് സൗന്ദര്യത്തിന്റെ കർത്താവ് അത്രേ. ഊട്ടിയിൽ പോകുമ്പോൾ, കൊടൈക്കനാലിൽ പോയാൽ, അതെ മൂന്നാർ പോയാൽ, ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള കോവളം ബീച്ചിൽ നിങ്ങൾ കടന്നു വന്നാൽ നമ്മൾ പറയും, അയ്യടാ എന്തൊരു ഭംഗിയായിരിക്കുന്നു. ഏതോ അതെ ഫിലിം സ്റ്റാറുകളെ കണ്ടാൽ, ഏതോ പ്രിയപ്പെട്ടവരെ കണ്ടാൽ നമ്മൾ ഈ പ്രകാരം പറയും, അതെ എന്തൊരു സൗന്ദര്യമായിരിക്കുന്നു. സഹോദരങ്ങളെ, പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ചില വ്യക്തികൾക്കും ഇത്ര സൗന്ദര്യം ഉണ്ട് എങ്കിൽ, സൃഷ്ടിക്ക് ഇത്ര സൗന്ദര്യമുണ്ട് എങ്കിൽ, സൃഷ്ടി കർത്താവ് എത്ര വലിയ സൗന്ദര്യം ഉള്ളവൻ ആയിരിക്കും. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ അവൻ സൗന്ദര്യമുള്ളവനായിട്ടത്രേ ഈ ലോകത്തിൽ സഞ്ചരിച്ചത്. ഞാൻ വ്യക്തമാക്കട്ടെ, യേശു കർത്താവ് ദേഹരൂപത്തിൽ ഈ ലോകത്തിൽ ഉലാവിയപ്പോൾ, അവൻ നിങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ സൗന്ദര്യം ഇല്ലാത്തവനായിട്ടല്ല വന്നത്, കർത്താവ് സൗന്ദര്യം ഉള്ളവനായി തന്നെ ആണ് വന്നത്. ഫ്ലാവിയസ് ജോസഫീസ് എന്ന പേരുള്ളതായ ചരിത്രകാരൻ യേശു കർത്താവിന്റെ സമകാലികൻ ആയിരുന്നു. ജോസഫീസ് എന്ന ചരിത്രകാരൻ ഇവണ്ണം പറയുന്നു, ഒരു ദിവസം പീലാത്തോസ് എന്ന ഗവർണർ തന്റെ ഔദ്യോഗിക രഥത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയായിരുന്നു. അപ്പോൾ അത് ആ പീലാത്തോസ് എന്ന ഗവർണർ കണ്ടു, ഒരു മരത്തിന്റെ കീഴിൽ തന്റെ ചുറ്റും കൂടിയ നൂറുകണക്കിന് ആൾക്കാരോട് ഒരു മനുഷ്യനിതാ സംസാരിക്കുന്നു. ഉദിച്ചുയരുന്ന സൂര്യനേക്കാൾ തേജസ്സുള്ളവൻ. ആ ശബ്ദത്തിന് എന്തൊരു ഗാംഭീര്യം! വലിയവരാകട്ടെ, ചെറിയവരാകട്ടെ, സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, ഇത്രയും സൗന്ദര്യമുള്ളതായ ഒരു വ്യക്തിയെ അതേ പീലാത്തോസ് കണ്ടിട്ടേ ഇല്ല. കൂടെ ഉള്ളതായ തന്റെ ഉദ്യോഗസ്ഥരോട് പീലാത്തോസ് ചോദിച്ചു, ആ മനുഷ്യൻ ആരാണ്? ഇത്രയും സൗന്ദര്യമുള്ളതായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അവൻ ആരാണ്? ഉടനെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്രകാരം പറഞ്ഞു, അവനത്രേ നസ്രയനായ യേശു. യേശു കർത്താവ് സൗന്ദര്യം ഉള്ളവൻ ആയിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, യേശു കർത്താവിന് ഉണ്ടായിരുന്നതായ സൗന്ദര്യം ഒരു സമയത്ത് നഷ്ടപ്പെട്ടു. ഒരിക്കലും ചിന്തിക്കരുത്, കർത്താവ് മനസ്സരിഞ്ഞ് കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അത് കുഷ്ഠം യേശുവിന്റെ മേൽ വന്ന് അവന്റെ സൗന്ദര്യം പോയെന്ന് ഒരിക്കലും ഇല്ല. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ തൊട്ടു. യേശു മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ കുഷ്ഠം യേശുവിന്റെ മേൽ വന്നില്ല, പകരം യേശുവിൽ നിന്ന് ദൈവശക്തി കുഷ്ഠരോഗിയിലേക്ക് കടന്നുപോയി. കുഷ്ഠരോഗിയെ അത്ഭുതകരമായി സൗഖ്യമായി. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, ഭൂതത്തെ പുറത്താക്കുമ്പോൾ, മരിച്ചവനെ എണീപ്പിക്കുമ്പോൾ, പ്രവചിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഒക്കെ കർത്താവ് യേശുവിൽ ദൈവത്തിന്റെ സൗന്ദര്യം വ്യാപരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തല്ല യേശുവിൽ നിന്ന് സൗന്ദര്യം മാറിപ്പോയത്. പിന്നെ എപ്പോഴാണ്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രവാചകനാകുന്ന യെശയ്യാവ് ദീർഘദർശനത്താൽ, പ്രവചനത്താൽ ഇപ്രകാരം പറയുന്നു, അവന് രൂപഗുണമില്ല, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. കർത്താവ് യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ തൂങ്ങി നിന്നപ്പോൾ അവൻ രൂപഗുണം ഇല്ലാത്തവനായി തീർന്നു. എങ്ങനെയാണ് അവന്റെ രൂപഗുണം നഷ്ടപ്പെട്ടത്? എപ്രകാരമാണ് അവന്റെ രൂപഗുണം അവനിൽ നിന്ന് ആ സൗന്ദര്യമെല്ലാം ചോർന്നു പോയത്? എങ്ങനെയാണ്? അതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം പറയുന്നു, മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, നമ്മുടെ വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ തന്നെ. യേശു കർത്താവ് നമ്മുടെ ബലഹീനതകളെ വഹിച്ചു. കർത്താവ് യേശു നമ്മുടെ വ്യാധികളെ ചുമന്നു. ഇന്ന് പകൽക്കാലം രോഗത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പുതിയ രോഗങ്ങളായിരിക്കാം, വർഷങ്ങളായി നിങ്ങൾ ചുമന്ന് നടക്കുന്ന പഴയ വ്യാധികളായിരിക്കാം, ഒരുപക്ഷെ നിസ്സാരമെന്ന് പറയുന്നതായ ഏതോ ചെറിയ വേദനകളായിരിക്കാം, ഇല്ല മരണത്തോട് ഓരോ നിമിഷം കഴിയുന്തോറും നിങ്ങളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന മാരക രോഗങ്ങൾ ആയിരിക്കാം. ഇന്ന് പകൽക്കാലം രോഗം ചുമന്ന് അതെ ആയിരിക്കുന്നവരെ, ഈ രോഗം നിങ്ങൾ ചുമക്കേണ്ട കാര്യം ഇല്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ യേശു നിങ്ങളുടെ രോഗങ്ങളെ ചുമന്നു, അവൻ നിങ്ങളുടെ വേദനകളെ വഹിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ഇതെപ്രകാരമാണ് കർത്താവ് യേശു എങ്ങനെയാണ് നമ്മുടെ രോഗങ്ങളെ ചുമന്നത്? യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ആയിരക്കണക്കിന് യഹൂദന്മാർ പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ അതെ ആ നടുമുറ്റത്ത് നിന്ന് ആലറി വിളിച്ച് ഇപ്രകാരം പറയുന്നു, അവനെ ക്രൂശിക്കുക.
പീലാത്തോസ് മനസ്സിലായി, ഇവനിൽ പറയത്തക്ക ഒരു കുറ്റവുമില്ല, ഇവനിൽ ഒരു കുറ്റവുമില്ല, ഇവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ യഹൂദന്മാരുടെ പ്രീതി കേട്ടുവാൻ, യേശു കർത്താവിനെ സ്വതന്ത്രമായി വിട്ടയപ്പാൻ കുറുക്കനായ, കൗശലക്കാരനായ, തന്ത്രശാലിയായ പീലാത്തോസ് ഒരു അടവ് എടുക്കുകയാണ്. പീലാത്തോസ് പറയുന്നു, ഇവനെ ഞാൻ വാറിനാൽ അടിപ്പിച്ച് വിട്ടയക്കും. വാറിനാൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിക്രൂരമായ ശിക്ഷാ സമ്പ്രദായം. പൂച്ചവാൽ വടി എന്ന് അന്ന് ചരിത്രം പറഞ്ഞിരുന്നതായ ചെറിയൊരു ദണ്ണുണ്ട്, ഏകദേശം 3/4 മീറ്ററോളം നീളമുള്ളതായ ദണ്ണ്. അതിന്റെ അറ്റത്ത് മൃഗങ്ങളുടെ തോലുകൾ കെട്ടിയിട്ടിരിക്കും. അതിന്റെയും അറ്റത്ത്, ആ തോലിന്റെ അറ്റത്ത് മൃഗങ്ങളുടെ പല്ലുകൾ, അതെ ഈയത്തുണ്ടുകൾ, ലോഹ കഷണങ്ങൾ ഒക്കെ കെട്ടിയിട്ടിരിക്കും. ഈ വാർ കൊണ്ട് ഒരുവനെ അടിക്കുമ്പോൾ വാഴയില ചിന്തി വരുന്നത് പോലെ, പച്ചത്തുണി പിച്ചി ചിന്തുന്നത് പോലെ അവന്റെ ത്വക്ക് പൊട്ടി ആടിക്കൊള്ളുന്നവന്റെ മാംസം തകർത്ത്, അതെ, അവന്റെ ശരീരം തകർക്കും. ചരിത്രം പറയുന്നു, 39 പ്രാവശ്യം അടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിപ്പിംഗ് പോസ്റ്റിൽ അടി കൊള്ളുന്നതായ സ്ഥാനത്ത് വെച്ച് അനേകർ മരിച്ചു പോയിട്ടുണ്ട്. അതെ, ഇല്ലെങ്കിൽ അവർ അബോധാവസ്ഥയിലാകും. 39 പ്രാവശ്യം വാരനാൽ അടികൊള്ളുമ്പോൾ ഒന്നുകിൽ അവർ മരിക്കും, ഇല്ലെങ്കിൽ അവിടെ അത് ബോധം നഷ്ടപ്പെടും. യേശു കർത്താവിനെ അവണ്ണം ശിക്ഷിപ്പാൻ 12 സ്റ്റെപ്പുകൾ ഉള്ളതായ ആ വഴിയിലൂടെ പടയാളികൾ ഇഴച്ചു കൊണ്ടുപോയി അവന്റെ വസ്ത്രത്തെ അവർ പറിച്ചു മാറ്റി. അവന്റെ വസ്ത്രത്തെ മാറ്റിയപ്പോൾ പടയാളികൾ ഒരു നിമിഷം ശങ്കിച്ചു, അയ്യോ, ഇത് എത്ര സൗന്ദര്യമുള്ളതായ ശരീരം. ഉത്തമഗീതം 2:1 വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. ശാരോനിലെ പനിനീർ പുഷ്പം പോലെ, താഴ്വരയിലെ താമര പൂവിനെ പോലെ, ഒരു റോസാ പുഷ്പത്തെ പോലെ മനോഹരമായ യേശുവിന്റെ ശരീരം, അതിമനോഹരമായി പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഓമന കുമാരന്റെ മനോഹരമായ ശരീരം. പടയാളികൾ ചിന്തിച്ചു, എങ്ങനെ അടിക്കും? പക്ഷെ അവരെ ക്രൗര്യം മാറിയില്ല. അവന്റെ 2 കാലുകളെ മുന്നിലേക്കും 2 കാലുകളെ പിന്നിലേക്കും യേശുവിന്റെ കൈകാലുകളെ കെട്ടി ഒരു പടയാളി വലതും വേറൊരു പടയാളി ഇടതും നിന്ന് കർത്താവ് യേശുവിനെ തലങ്ങും വിലങ്ങും 39 പ്രാവശ്യം വാറിനാൽ അടിച്ചു. വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാം വാക്യം, ഉഴവ് ചാലുകൾ അമനോഹരമായ ശരീരത്തിൽ കീറപ്പെട്ടു എന്ന് പറഞ്ഞാൽ കലപ്പ വെച്ച് എപ്രകാരമാണോ വയലിൽ ഉഴുമ്പോൾ ഉഴവ് ചാലുകൾ കീറപ്പെടുന്നത് പോലെ യേശുവിന്റെ തോലുകൾ പൊട്ടി, മാംസം ചിതറപ്പെട്ടു. ഓ, വസ്ത്ര കഷ്ണം പിച്ചി ചിന്തുന്നത് പോലെ ആർക്കോ വേണ്ടിയല്ല സഹോദരനെ, സഹോദരിയെ, ഇന്ന് പകർക്കാലം നിനക്ക് വേണ്ടി യേശുവിന്റെ ശരീരം അതേ ചീന്തപ്പെട്ടു. നിന്റെ രോഗം മാറുവാൻ, നിന്റെ ബലഹീനത വിട്ടുപോകുവാൻ, ഇന്ന് പകൽ യേശുവിന്റെ അത്ഭുത സൗഖ്യത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് യേശുവിന്റെ ശരീരം തകർക്ക